എങ്ങനെ ഇത് ഇന്ന് എനിക്ക് ഇന്ന് ഏറ്റവും വിശ്വാസമാണ് നിങ്ങൾ ധ്യാനം നിന്നൊന്നും അല്ലാതെ നിങ്ങൾ എവിടെയൊക്കെ കഥകൾ പറഞ്ഞങ്ങ് പോയിട്ട് എവിടെയൊക്കെ എത്തി നിൽക്കുവാണ് നിങ്ങൾ രണ്ടുപേരും മാറി ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നടന്നൊക്കെ കേൾക്കുന്നു. ഞാൻ രാവിലെ വന്നല്ലേ ഇല്ലേ. ഞാൻ വിചാരിച്ചത് എവിടുന്ന് അറിഞ്ഞു ഇപ്പഴേ അത് എയർലായോ എടുത്തിട്ട് പോയല്ലേ ഉള്ളൂ, ഇപ്പഴേ വാണം പോലെ പോയോ. അപ്പൊ എയറിലാവുന്നുള്ള ഉറപ്പായി. ഞാനൊക്കെ ഇന്നൊന്ന് ഇറങ്ങിയിരിക്കും. നാളെ മുതൽ എയറിൽ പോകാൻ പോകുന്ന 2 കഥാപാത്രങ്ങളായിരിക്കും. ഞാനാണോ ചേച്ചി? പിന്നെ വേറെ ലെവലാണ് ചേച്ചി പറഞ്ഞിട്ട് ചേച്ചിനെ സ്വയം കഴിഞ്ഞാൽ ഞാൻ എയർലാന്ന് അതും പറയും. അത്രയും ഇന്ന് അങ്ങനെ ഒന്ന് തീരുമാനിച്ചെന്നാണ് ഇന്നത്തെ നമ്മുടെ കുടുംബ ചിത്രത്തിൽ അങ്ങനെ തീരുമാനിച്ചത്. ഇന്ന് ഞാൻ എന്നൊന്ന് സൈഡിൽ ഞാനൊന്ന് പോയിക്കാം. കേട്ട് നീക്കുക എല്ലാം പോയാച്ച് മേലോട്ട് നോക്കി ആകാശം താഴോട്ട് നോക്കിയാ ഭൂമി. എന്നെ നോക്കാനുള്ള ആരെ പേടിക്കാനുള്ള പറയുക. എന്തും തുറന്നു പറഞ്ഞ രീതിക്കാണ്. എന്താ ആരെ പേടിക്കാനാ? ഹൈദർ ഒരൊറ്റ കാര്യം, ഷീലുവിന്റെ ആത്മകഥയാണ് ഈ സിനിമ എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അത്രയും ജെന്യുവൻ ആയിട്ട് ഒരു റെവലേഷൻ നടത്തി കഴിഞ്ഞു ഇവിടെ. അത് മാത്രം പറയരുത്. നീ എന്നെ പറഞ്ഞത് ഞാനല്ല, മറ്റേ എന്ത് മസ്താനിയോ എവിടെയോ ആക്ച്വലി പറഞ്ഞോ ആത്മകഥയാണ് പറഞ്ഞു. 2 ഇന്റർവ്യൂസ് പറഞ്ഞു. അല്ല, കഥാപാത്രങ്ങൾ വേറെയാണെന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഇത് മിക്കവാറും എന്റെ കഞ്ഞൂടി മാത്രല്ല പൊട്ടിക്കുന്നത്, എന്റെ താലി കൂടി പൊട്ടിക്കുന്നു. സത്യം അവിടെ വരെ എത്തിച്ചേർത്തേക്കാണ്. പാവം മനുഷ്യൻ ദുബായി മരം കുലുക്കിക്കൊണ്ടിരിക്കും. നമ്മളിവിടെ ആത്മഹത്യ പറഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ അനുപചേട്ടൻ പറഞ്ഞു ആത്മഹത്യ മാത്രമല്ല, ക്യാരക്ടറൊക്കെ വേറെയാണെന്ന് പറഞ്ഞു കേട്ടോ. ക്യാരക്ടറുകൾ വേറെയാണെന്ന് ഉറപ്പാണ്. അതിന് നീ രക്ഷപ്പെടും. രക്ഷപ്പെടണേ, ഇത് പടം വല്ലവനും കാണണ്ടേ? ഞാൻ പറയുന്ന സാധനം ധ്യാൻ മാത്രം ഇത് ഇന്റർവ്യൂ മാത്രം കണ്ടോ? ഭൂമിയുടെ അടിയില്ല. ഇത് ഈ സിസ്റ്റത്തിനെതിരെയുള്ള ചേച്ചിയുടെ പ്രതിഷേധം കൂടിയാ. ആരും കാണണ്ടേ? എന്താ കാണാത്തെ? എന്ത് സ്വന്തം ജീവിതം എടുത്തു വെച്ചിട്ട് ഒരു ആള് കാണാനില്ല. ഇത് മിക്കവാറും എന്റെ ഞാൻ പറഞ്ഞ സംഭവിക്കും. സ്വന്തം ജീവിതം പറഞ്ഞിട്ട് പോലും കാണുന്നില്ലെന്നല്ല, കാണുമായിരിക്കും. നമ്മൾ 18-ാം തീയതി അറിയാൻ കാണുവാണല്ലോ എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു അവസാന സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ഷീലു ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് സ്വന്തം ജീവിതം സിനിമയാക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. അതാണ് ഈ വരുന്ന രവീന്ദ്രൻ. നീ എവിടെ ഇല്ല, അത് നിനക്ക് വളരെ നല്ലതായിരിക്കും. പ്രൊഡ്യൂസർ പടം കണ്ടിട്ടില്ലെന്നോ? അറിയാൻ വേണ്ടി അപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. രവീന്ദ്രൻ നീ എവിടെ 2 എവിടെ തീർന്നു? അയ്യോ, എനിക്ക് പറഞ്ഞിട്ടേ ഞാൻ സാധാരണ ഇന്റർവ്യൂ ഒക്കെ പറയും. എന്റെ ഇന്റർവ്യൂ പ്രസംഗിക്കാൻ പറയും. ഇന്റർവ്യൂ നിങ്ങൾ സിനിമ കണ്ടില്ല, എന്റെ ഇന്റർവ്യൂ കാണുമെന്ന് പറയല്ലേ. എന്തായാലും ഇത് കാണൂല, ഇതൊക്കെയും കാണട്ടെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.